ഫസ്റ്റ് ഇതാണ് നമ്മൾ പക്ഷെ ഡിലേ ആയതുകൊണ്ട് വേർത്ത് അല്ലേ എவ்வளோ ഭംഗിയാ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതെല്ലാം ഇവരുടെ കഴിവ്, ആക്ച്വലി ആ ഒരു ക്രൂവിൻ്റെ കഴിവാണത് മൊത്തം. ഇവരൊരു കുറേ വർഷത്തെ കഷ്ടപ്പാടാണ് ഇവരുടെ സിനിമയിലേക്കുള്ളൊരു സ്റ്റെപ്പിൻ്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണാണ് ഇവർ ഈ വർക്ക്. ഇപ്പം മഞ്ചേട്ടനാണെങ്കിലും 6 വർഷമായിട്ട് പോസ്റ്റർ ഡിസൈനിലുണ്ടായിരുന്നു, ഫസ്റ്റ് ഡയറക്ടറിലാണ് 14 വർഷം. അപ്പം എവറി ഡേ ലൈക്ക് ഇന്നൊരു 12 മണിക്കും പുള്ളിക്കാരൻ രാത്രി ഇതിൻ്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഈച്ച് ആൻഡ് എവറി ക്രൂ ഇതിൻ്റെ എല്ലാവരും ഇവൻ മേക്കപ്പ് ആണെങ്കിലും സ്റ്റൈലിംഗ് ആണെങ്കിലും എല്ലാവരും ഇട്ടൊരു എഫേർട്ട് നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളുടെ ഇത് കണ്ടിട്ടില്ല, മൊത്തം കണ്ടില്ല, ലേറ്റായി പോയി. നിങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല എന്നാണ് പറയുന്നത്, അപ്പം ഇനി കൂടുതൽ സീരീസുകൾ ഉണ്ടാവും. മേ ബി ഷൂട്ട് ചെയ്തോ? സിനിമ ചെയ്യുമ്പോൾ ഇവർ തന്നെ ആയിരിക്കും ഹീറോയും ഹീറോയിനും ചേട്ടാ? അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ഈ അർജുനും ശ്രീധുവിനെയും സെലക്ട് ചെയ്യാൻ കാരണം എന്തായിരുന്നു? അർജുൻ ശ്രീധുവിനെ സെലക്ട് ചെയ്യാൻ കാരണം ഞങ്ങൾ ഒരുപാട് അല്ല ആ പേര് സിനിമയിൽ പേരിലും ഇവരുടെ പേര് തന്നെയാണ്. അതെ അതെ അത് ഞങ്ങൾ ഇവരോട് പെർമിഷൻ ചോദിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം വേറെ കുറേ കാസ്റ്റായിരുന്നു ആലോചിച്ചിരുന്നത്. പിന്നീട് അത് അവർ വലിയ നിലയിലേക്ക് പോയി, വലിയ ആൾക്കാരായി പോയി. അപ്പം അവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഭയങ്കര സപ്പോർട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും അർജുനെ പിന്നീട് ഞങ്ങൾ കണ്ടുമുട്ടിയത്. അങ്ങനെ അർജുനും ശ്രീതും ഞങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമാക്കിയിട്ട് ഞങ്ങൾ നല്ലൊരു എന്താ പറയുക, നല്ല ഒരുപാട് നമുക്ക് സപ്പോർട്ടിങ് ആയിട്ട് അവർ നമ്മളെ കൂടെ നിന്നു. അതാണ് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. ബാക്കി നന്നായിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങളാണ്. അർജുന ഈ സിനിമയിലെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ശ്രീതു ഇല്ലാതെ അർജുൻ ഇല്ലെന്ന് പറയുന്ന ഒരു കാര്യം, അതൊക്കെ കണ്ടപ്പോ തോന്നി? ഇതൊക്കെ തന്നെ അതിന് ഷൂട്ട് തുടങ്ങിയായിരുന്നു. എനിക്കിപ്പോൾ ബ്രേക്കാണ്, ഷൂട്ട് ഓൺഗോയിങ് ആണ്. പ്രേക്ഷകരൊക്കെ ആഗ്രഹിക്കുന്ന റിയൽ ലൈഫിൽ നിങ്ങൾ ഒന്നിക്കണം എന്നുള്ളതാണ്. അങ്ങനെ വലിയ ആഗ്രഹമൊന്നും ഇപ്പൊ ഇത് കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടു, അത് മതി. ശ്രീധുന് എന്താ പറയാനുള്ളത്? എന്തിനു പറയാൻ? അല്ല, പ്രേക്ഷകർക്ക് നിങ്ങൾ ഒന്നാവണം എന്നുള്ളതാണ് ആഗ്രഹം. അല്ല, പ്രേക്ഷകർക്ക് നമ്മളെ ഒരുമിച്ച് കാണണം എന്നുള്ള ആഗ്രഹം. ഞങ്ങളെ 100 ദിവസം അതിൽ കണ്ടിട്ട് മിസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. വീഡിയോ ചെയ്യണം, ഒരുമിച്ചിരിക്കുന്ന കാണണം എന്നുള്ള. അതിനൊക്കെ നമുക്ക് എപ്പോഴും അത് പറ്റില്ല. ഇങ്ങനെ ഒരു വർക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ആ പ്ലോട്ടൊക്കെ അനുസരിച്ച് ചെയ്യുന്നതാണ്. മുമ്പോട്ടും ഉറപ്പായിട്ടും. അല്ല, കമന്റ്സ് ഒരുപാട് വരാറുണ്ട്, റിയൽ ലൈഫിൽ ഇവർ ഒന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പണ്ടോട്ടേ ഒരു ലൈക്ക് ഉണ്ടല്ലോ, ഒരു ലൈക്ക് രണ്ടുപേരെ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ അത് സീസണിൽ ലൈക്ക് കുറച്ച് മേ ബി വേറെ ആൾക്കാർ വരാതിരിക്കാം, നമ്മളെ ഇഷ്ടപ്പെടുന്നതെന്ന് ഇഷ്ടപ്പെടും. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ പ്രണയമൊന്നുമില്ല? ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ക്രൂവിനെ ഒന്ന് പറയട്ടെ, വിഷയത്തിൽ നിന്ന് മാറുന്നു. ഇത് ആക്ച്വലി നമ്മുടെ പ്രദീപേട്ടനല്ലേ, കോട്ടയം പ്രദീപേട്ടൻ, പുള്ളിക്കാരന്റെ മകനാണ്. എന്റെ അച്ഛനാക്കിയിട്ടൊക്കെ ആദ്യം പ്ലാൻ ചെയ്തു. പണ്ട് ഈ സ്റ്റോറി പ്ലാൻ ചെയ്തപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തത്. പ്രതിഭട്ടനായിരുന്നു ഞങ്ങൾ ഇതിനകത്ത് അച്ഛനായിട്ട് വരാനിരുന്നത്. ആദ്യം കാസ്റ്റ് അതാണ് ഈ ഡിലേ ആയത്. നമ്മൾ ആദ്യം കുറച്ച് വേറെ ആർട്ടിസ്റ്റുമായിട്ട് സംസാരിച്ചിരുന്നതാണ് പപ്പയുടെ. അതിനുശേഷം ഡിലേ ആയി. പിന്നെ ഞങ്ങൾ വേറെ ഫിലിമിൻ്റെ പുറകെ പോയി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ തമിഴ് ഓൾറെഡി 2 വർഷം മുമ്പാണ് വിനീതേട്ടനെ കൊണ്ട് ഈ പാട്ട് പാടിച്ച് എല്ലാം കഴിഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ അർജുൻ ശ്രീതു ബിഗ് ബോസിൽ ഇങ്ങനെ ട്രെൻഡിങ്ങിൽ വന്നപ്പോൾ എന്തുകൊണ്ട് ഇതിങ്ങനെ ഫസ്റ്റ് ശ്രീതുവിനെ അല്ല ഞങ്ങൾ ഇവിടെ കാസ്റ്റ് ചെയ്തത്. ക്ലൈമാക്സിൽ ശ്രീതു കോയിൻസിഡൻസ് ആയിട്ട് വന്നതാണ്. ഇപ്പൊ നമുക്കതെല്ലാം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അതാണ്. പിന്നെ ഇത് സിദ്ധാർത്ഥ് നല്ലൊരു റോള് ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥ് ഉണ്ണീന്റെ കസിൻ ബ്രദറാണ്, ഉണ്ണി മൂന്നിന്റെ. അതുപോലെ തന്നെ പായസ് പ്രൊഡ്യൂസർ, ഇത് കൊറിയോഗ്രാഫർ, ഇത് നമ്മളെ മേക്കപ്പ് പ്രശാന്ത് കോസ്റ്റ്യൂമർ, അത് അച്ഛനാണ് അച്ഛൻ കിടന്നു വരും. പിന്നെ സജയൻ ആർട്ട് ഡയറക്ടർ, പുള്ളി എന്തിരിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ കൂടെ. ജസ്റ്റ് അമ്മ സാരി കൊടുത്ത് അമ്മയുണ്ട്. അതുപോലെ തന്നെ വിജിൽ ആനന്ദ്, നമ്മളെ AD അസിസ്റ്റന്റ് ഡയറക്ടർ. ദീപു നമ്മളെ എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടായിരുന്ന. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ പറയുക VFX ചെയ്തതും അതുപോലെ തന്നെ ഇതിന്റെ എന്താ പറയുക ടൈറ്റിൽ ആനിമേഷൻ ചെയ്തതൊക്കെ ഞങ്ങളെ കൂടെ